ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആരോടൊക്കെയാണ് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പും ശത്രുതയും ഉള്ളത് ആരോടൊക്കെയാണ്? ഒരുപക്ഷെ ജീവിത പങ്കാളിയോടോ, ജീവിത പങ്കാളിയുടെ സഹോദരീ സഹോദരങ്ങളോടോ, അവരുടെ മാതാപിതാക്കളോടോ, നിങ്ങളുടെ തന്നെ മാതാപിതാക്കളോടോ, മക്കളോടോ, നിങ്ങളുടെ തന്നെ സഹോദരീ സഹോദരങ്ങളോടോ, അധികാരികളോടോ, അയൽവാസികളോടോ, സുഹൃത്തുക്കളോടോ ആരോടാണ് നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ സാധിക്കാത്തത്? ഈ ദിവസം, ഈ രാത്രിയിൽ നാം ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വിട്ടുകൊടുക്കാം. ആരോടൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ, അവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഇനി അവരുമായി യാതൊരു ബന്ധവും നിലനിർത്താൻ സാധിക്കുന്നില്ല. എന്നാൽ നിനക്ക് എല്ലാം സാധിക്കും. ഈ രാത്രിയിൽ എൻ്റെ മനസ്സും ഹൃദയവും സ്വസ്ഥമാക്കണം. എൻ്റെ മനസ്സും ഹൃദയവും സകല വിദ്വേഷത്തിൽ നിന്നും, തെറ്റിദ്ധാരണകളിൽ നിന്നും, ശത്രുതയിൽ നിന്നും, കോപത്തിൽ നിന്നും എൻ്റെ ഹൃദയവും മനസ്സും എനിക്ക് വിശുദ്ധീകരിക്കണം എന്ന ആഗ്രഹത്തോടെ സ്വസ്ഥമായി ഉറങ്ങാൻ ഈ പുതിയ ക്രിസ്മസ്, ഈ വരുന്ന ക്രിസ്മസ് നമുക്ക് മനോഹരമായി ആചരിക്കാൻ, ആഘോഷിക്കാൻ നമുക്ക് കഴിയുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിനെതിരായുള്ള എല്ലാം മാറ്റി ഹൃദയം സ്നേഹം കൊണ്ട് നിറയട്ടെ. ക്രിസ്തുവിൻ്റെ ജനനം സ്നേഹത്തെയാണ്, എളിമയെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ അവിടുന്ന് പുതിയ ഒരു ജീവിതമാണ് നമുക്ക് നൽകുന്നത്. അതിനാൽ തന്നെ ഈ ക്രിസ്മസ് നമുക്ക് കൊണ്ടാടുന്നതിന് മുൻപ് മറ്റാഘോഷങ്ങളൊക്കെ എല്ലാം നല്ലതാണ്. എന്നാൽ നമ്മുടെ ഹൃദയം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം ഈ ക്രിസ്മസിന് നമുക്ക് സ്വന്തമാക്കണം. അതിനാൽ ഇന്നുവരെ നമ്മെ ഉപദ്രവിച്ചവരെ, നമ്മെ അവഹേളിച്ചവരെ, നമ്മെ വേദനിപ്പിച്ചവരെ, നമ്മെ പരിഹസിച്ചവരെ, നമ്മുടെ ഇല്ലായ്മയെ എടുത്തുകാട്ടി നമ്മെ ആക്ഷേപിച്ചവരെ എല്ലാം ഓർക്കുക. ആരൊക്കെയാണോ ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ തകർത്തവരെ, നമുക്ക് അർഹതപ്പെട്ടത് നശിപ്പിച്ചവരെ, നമ്മെ അപമാനിച്ചവരെ എല്ലാം ഓർക്കുക. കർത്താവിന് അവരെ സമർപ്പിക്കുക. എന്തെന്നാൽ ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമുണ്ട് എങ്കിൽ നാം ദൈവത്തിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. അതിനാൽ എങ്ങനെ നമുക്ക് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കും? അതിനാൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. ദൈവ തിരുമുൻപിൽ, കർത്താവ്, ഈ രാത്രിയിൽ എന്നോട് എൻ്റെ ഹൃദയം ചോദിച്ചാൽ ഞാൻ എന്ത് നൽകും? പാപപങ്കിലമായ ഒരു ഹൃദയമാണോ? കോപത്തിൻ്റെയും അസൂയയുടെയും ഒരു ഹൃദയമാണോ? ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും ഹൃദയമാണോ? അതോ സ്നേഹത്തിൻ്റെ ഹൃദയമാണോ എനിക്ക് കർത്താവിന് നൽകാൻ സാധിക്കുന്നത്? ഓർക്കുക, ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിക്കാം. എല്ലാ അപരാധങ്ങളും നമുക്ക് ക്ഷമിക്കാം. ആരൊക്കെ നമുക്കെതിരെ നിൽക്കുന്നുവോ അവർക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഒരു ചെറിയ പ്രാർത്ഥന കിടക്കാൻ മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സും ഹൃദയവും സ്വസ്ഥമാക്കുക. ദൈവം നമുക്ക് സൗഖ്യം നൽകും, സമാധാനവും സന്തോഷവും നൽകും. ഈ ക്രിസ്മസ് ഏറ്റവും മനോഹരമായി ആചരിക്കാനും നമുക്ക് സാധിക്കും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ, നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ആദ്യം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതിനും എളിമപ്പെടുത്തുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ജീവിതം ആത്മശോധനയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിന്നോടൊപ്പം ആയിരിക്കുമ്പോൾ, കർത്താവേ, നിന്നിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ശത്രുത മനോഭാവം, ഞങ്ങളുടെ ഹൃദയത്തിൽ വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിദ്വേഷം, കാപഠ്യം, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അസത്യങ്ങൾ, ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തിന്മകൾ, ദുഷ്ട ചിന്തകൾ, ഇവയെല്ലാം ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാനസിക അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശാരീരിക അവസ്ഥയ്ക്ക് വേണ്ടി, ശാരീരിക രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്രിസ്മസ് ആചരിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് മനസ്സിൽ വിശ്വസ്തതയും വിശ്വാസവും നിറച്ച്, മനസ്സ് നിറച്ച്, സ്നേഹം കൊണ്ട് നിറച്ച്, ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നിറച്ച്, വിട്ടുകൊടുക്കുന്ന മനോഭാവമുണ്ടായി, ദൈവത്തിൽ നിന്നും എനിക്കെല്ലാം നേടാൻ സാധിക്കും, അതിനാൽ മനുഷ്യർക്ക് ഞാൻ എല്ലാം വിട്ടുകൊടുക്കുകയാണ്, അവരോടിനി ഞാൻ ശത്രുത പുലർത്തത്തില്ല, ഒരുപക്ഷെ അവരോട് ഞാൻ കൂട്ടുകൂടി നടക്കണമെന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ നിന്റെ കൽപ്പന അനുസരിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു, അവരെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്ന പോലെ, പാപിയായ എന്നെ ഈശോ സ്നേഹിക്കുന്നത് പോലെ, പാപികളായ എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ, എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഇവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ശത്രുത അവസാനിപ്പിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുന്നതിനും എല്ലാവരോടും അനുരഞ്ജനപ്പെടുന്നതിനും, അങ്ങനെ ക്രിസ്തുവുമായി അനുരഞ്ജനപ്പെടുന്നതിന്, പിതാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതിന്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതിന്, എന്നോട് തന്നെ അനുരഞ്ജനപ്പെടുന്നതിന് കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ സ്പർശിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിദ്വേഷവും മാറിപ്പോകട്ടെ, എല്ലാ ശത്രുതയും മാറിപ്പോകട്ടെ. കർത്താവേ, അവരെ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ സുഖം പ്രാപിക്കട്ടെ. അവരുടെ അന്തരാത്മാവിന് സൗഖ്യം നൽകുന്നു. യേശുവേ, നീ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് അകവും പുറവും സ്നേഹം കൊണ്ട് നിറച്ച്, സന്തോഷം കൊണ്ട് നിറച്ച്, സമാധാനം കൊണ്ട് നിറച്ച്, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ വരവേൽക്കാൻ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും എങ്ങനെ ഉണ്ണീശോയെ സ്വീകരിച്ചുവോ, പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ എങ്ങനെ ഉണ്ണീശോയെ അവർ സ്വീകരിച്ചോ, അതുപോലെ ഇന്ന് ഞങ്ങളും സ്വീകരിക്കുന്നതിന്, ഈ ക്രിസ്മസിന് ഞങ്ങളും ക്രിസ്തുവിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിന് കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ശത്രുതയിൽ നിന്നും വിമുക്തമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ സകല തിന്മയിൽ നിന്നും, കാപഠ്യത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, ശത്രുതയിൽ നിന്നും വിമുക്തമാക്കി ദൈവസ്നേഹം കൊണ്ട് നിറച്ച്, പരസ്പര ബഹുമാനം കൊണ്ട് നിറച്ച്, എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് ജീവിക്കുവാൻ ഈ ക്രിസ്മസിന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും നീ അറിയുന്നുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗപീഠകളെ നീ അറിയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു സൗഖ്യം വേണം. ഞങ്ങളുടെ ഹൃദയത്തിന്, മനസ്സിന്, അന്തരാത്മാവിന്, ശരീരത്തിന് നിന്റെ സൗഖ്യം ആവശ്യമാണ്.
കർത്താവേ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ, ഒരു പുതിയ കാഴ്ചപ്പാട്, ദൈവികമായ കാഴ്ചപ്പാടുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ മക്കളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് നേരെയുള്ള എല്ലാ പരിഹാസങ്ങളെയും പരിഹാസകരെ ഓർത്ത് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ ശത്രുതയും അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നതിന് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സാധിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ തരണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവസ്നേഹം നിറച്ച് ശത്രുത പൂർണ്ണമായി എടുത്തുമാറ്റി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ കാര്യങ്ങളും ക്രമാനുസൃതമായി സ്നേഹത്തോടെ കരുതലോടെ ചെയ്യുന്നതിനും നിന്റെ സന്നിധിയിൽ നല്ലൊരു ഉറക്കം ലഭിച്ച് ഞങ്ങൾ ഹൃദയം വിശുദ്ധമാക്കി സ്നേഹത്തിൽ വ്യാപരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. ദൈവമേ, സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ കരുതലും അനുഭവിച്ച്, നിന്റെ സ്നേഹവും വാത്സല്യങ്ങൾ അനുഭവിച്ച് ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിച്ച് സ്നേഹപൂർവം കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. വീണ്ടും രാവിലെ 5 മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നാളത്തെ ദിവസം നിന്നോടൊപ്പം ആസ്വദിക്കുന്നതിന് കർത്താവെ, ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തണമേ. ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. സകല ആപത്തുകളിൽ നിന്നും, ദുഷ്ടസ്വപ്നങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പീഡനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല ശത്രുതയും അവസാനിപ്പിച്ച് സ്നേഹത്തിലും അനുരഞ്ജനത്തിലും സമാധാനത്തിലും കിടന്നുറങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങളുടെ സകല പാപവും കർത്താവ് ക്ഷമിച്ച് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കട്ടെ, നയിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.